ഇനി എങ്ങനെ നമുക്കൊരു 2/1 മാർക്സ് പാസ് ട്രാൻസിസ്റ്റർ ലോജിക് വെച്ച് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ 2/1 മാർക്സ് ആണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. 2/1 മാർക്സ്. ഓക്കെ, അപ്പോൾ അതിന്റെ ഫിഗർ എങ്ങനെയായിരുന്നു, നമ്മൾ എങ്ങനെയായിരുന്നു മാർക്സിനെ റെപ്രസെന്റ് ചെയ്യുക. ഇപ്പൊ 2/1 മാർക്സ് എന്ന് പറയുന്നത് എന്താണ്, 2 ഇൻപുട്സ് ആണ് ഉണ്ടാവുക. അതിന് I0 I1 എന്ന് വിളിച്ചു ഡിനോട്ട് ചെയ്യുന്നു. എത്ര സെലക്ട് ലൈൻ ഉണ്ട്, ഒരു സെലക്ട് ലൈൻ ആണ് ഉണ്ടാവുക, ഒരു ഔട്ട്പുട്ട് ആണ് ഉണ്ടാവുക, y എന്ന് വിളിച്ചു. അപ്പൊ 2/1 മാർക്സ് എന്ന് പറഞ്ഞാൽ ഈ 2 ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താണ്, നമ്പർ ഓഫ് ഇൻപുട്സ്, 1 ഇൻഡിക്കേറ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് ഔട്ട്പുട്സ്. സെലക്ട് ലൈൻ എത്രയാണ് ഉണ്ടാവുക, ശരിക്കും ഇത് എങ്ങനെയാണ്, n നമ്പർ ഓഫ് സെലക്ട് ലൈൻസ് ആണെങ്കിൽ, n എന്ന് പറയുന്നത് നമ്പർ ഓഫ് സെലക്ട് ലൈൻസ് ആണെങ്കിൽ എത്ര ഇൻപുട്ട് ആണ് ഉണ്ടാവുക, 2n ഇൻപുട്സ് ആണ് ഉണ്ടാവുക. അപ്പൊ ഇവിടെ n ന്റെ വാല്യൂ 1 ആണ്. അപ്പൊ എത്ര ഇൻപുട്സ് ആണ് ഉണ്ടാവുക, 2n, ദാറ്റ് ഇസ് 2 ഇൻപുട്സ് ആണ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ 2/1 മാർക്സ് എന്ന് പറഞ്ഞാൽ 2 ഇൻപുട്സ് ആണ്. എത്ര സെലക്ട് ലൈൻസ് ആണ് ഉണ്ടാവുക, 1 സെലക്ട് ലൈൻ, ആൻഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്ന y എന്ന് വിളിച്ചു. അപ്പൊ ഇതിന്റെ ഇക്വേഷൻ നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. 2/1 മാർക്സിന്റെ ഇക്വേഷൻ എന്താണ്, ഇതിന്റെ ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്ന ഇക്വേഷൻ സംശയമുള്ളവർ ഇവിടെ നോക്കുക. അതായത് ഇതിന്റെ ട്രൂത്ത് ടേബിൾ എങ്ങനെയാ വരുവാന്ന് വെച്ചാൽ, സെലക്ട് ലൈൻ ഉണ്ട്, ഔട്ട്പുട്ട് y ആണെന്ന് വിചാരിച്ചോ. സെലക്ട് ലൈൻ 0 ആണെങ്കിൽ, സെലക്ട് ലൈൻ എന്ന് പറയുന്നത് 0 ആണെങ്കിൽ, സെലക്ട് ലൈനിന്റെ വാല്യൂ 0 ആണെങ്കിൽ I0 ആണ് ഔട്ട്പുട്ടിലേക്ക് വരിക. അതല്ല സെലക്ട് ലൈനിന്റെ വാല്യൂ 1 ആണെങ്കിൽ I1 ആണ് ഔട്ട്പുട്ടിലേക്ക് വരിക. സോ സെലക്ട് ലൈനിന്റെ വാല്യൂ 0 ആണെങ്കിൽ I0 ആണ് ഔട്ട്പുട്ടിലേക്ക് വരിക. സെലക്ട് ലൈനിന്റെ വാല്യൂ 1 ആണെങ്കിൽ I1 ആണ് ഔട്ട്പുട്ടിലേക്ക് വരിക. സോ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം, അപ്പൊ ഈ രണ്ട് കേസ് ആണ് ഇതിലുള്ളത്. അപ്പൊ ഈ ഇക്വേഷൻ നമുക്ക് എന്ത് എഴുതാം, ഈ ഒന്നാമത്തേനെ എങ്ങനെ നമുക്ക് ഒരു ടേം ആയിട്ട് എഴുതാം, S0 കേസ് എന്ന് പറഞ്ഞാൽ S ബാർ I0. ഓക്കെ, അതാണ് ഒരു കേസ്. ഒന്നുകിൽ ആ കേസ്, അല്ലെങ്കിൽ എന്നുള്ളതിനെ നമ്മൾ ഓർ ഓപ്പറേഷൻ വെച്ചിട്ടാണ്. അല്ലെങ്കിൽ അടുത്ത കേസ് എന്താണ്, SI1. സോ ഇങ്ങനെയാണ് ഈ മാർക്സിന്റെ ഇക്വേഷൻ എഴുതുക. അപ്പൊ എന്താണ്, ഒന്നുകിൽ ഈ കേസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഈ കേസ്. അപ്പൊ ഈ ഒന്നാമത്തെ കേസിന് എന്താ എഴുതുക, S0 ആണ്, അപ്പൊ S ബാർ I0. രണ്ടാമത്തെ കേസ് എന്താണ്, S1 ആണ്, അപ്പൊ SI1. സോ S ബാർ I0 പ്ലസ് SI1 ആണ്. ദിസ് ഇസ് ദി ഇക്വേഷൻ ഫോർ 2/1 മാർക്സ്. അപ്പൊ എന്താണ്, S ബാർ I0 പ്ലസ് SI1 ആണ്. സോ ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിയാൽ നമ്മൾ എങ്ങനെയാ പാസ് ട്രാൻസിസ്റ്റർ ലോജിക് വെച്ച് വരക്കുക. കൺട്രോൾ ഇൻപുട്ട്, ഗേറ്റ് കൺട്രോൾ ഇൻപുട്ട് എന്ന് പറയുന്നത് S ആണ്. അപ്പോൾ ഒരു സ്ഥലത്ത് എന്താണ്, ഒന്നാമത്തെ ടേം എന്ന് പറയുന്നത് എന്താണ്, S ബാർ ആണ്. അപ്പൊ ഇവിടെ S ബാർ കൊടുത്തു. ഇവിടെ ഇൻപുട്ടിലുള്ള സിഗ്നൽ എന്തായിരിക്കണം, I0. ഇനി രണ്ടാമത്തേൽ എന്തായിരിക്കണം, കൺട്രോൾ ഇൻപുട്ട് എന്ന് പറയുന്നത് S ആണ്. ദെൻ അതിന്റെ ഇൻപുട്ട് എന്താണ്, I1. ഇത് രണ്ടും കൂടി പാരലൽ ആയിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 2/1 മാർക്സ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. എന്താണ് ഇത് വരിക, S ബാർ I0 ആണ് ഇവിടെ വരിക. ഇവിടെ വരുന്ന എന്താണ്, SI1 ആണ്. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു കേസ് ആണ് നടക്കുക. അപ്പൊ പാരലൽ ആയിട്ട് അതിനെ കണക്ട് ചെയ്യും. ഔട്ട്പുട്ട് y എന്ന് പറയുന്നത് S ബാർ I0 പ്ലസ് SI1 ആയിരിക്കും. അപ്പൊ ഇത് വർക്ക് ചെയ്യുമെന്ന് നോക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ മാർക്സിന്റെ എല്ലാ കേസും ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അതായത് സപ്പോസ് നമ്മളെ ട്രൂത്ത് ടേബിൾ എങ്ങനെയായിരുന്നു, S0 ആയാൽ എന്താ സംഭവിക്കേണ്ടത്, I0 ആണ് നമുക്ക് വരേണ്ടത്. S0 ആകുമ്പോൾ എന്ത് സംഭവിക്കും, S0 ആകുമ്പം ഇയാള് ഓഫ് ആയിരിക്കും, എന്നാൽ ഇയാൾ ഓൺ ആയിരിക്കും. സോ I0 വിൽ ബി പാസ് ടു ഔട്ട്പുട്ട്. ഇനി S1 ആവുന്ന കേസ് എന്താ, S1 ആവുന്ന കേസിൽ ഇയാൾ ഓഫ്, ഇയാൾ ഓൺ ആണ്, S1 ആണ്, NMOS ആണ്, 1 വന്നാലാണ് ഓൺ ആവുക. അപ്പൊ I1 എന്താണോ അത് ഔട്ട്പുട്ടിലേക്ക് വരും, I1 കിട്ടും. സോ ദിസ് implementation is working as a 2/1 marks. Next we are going to implement a 4/1 marks. 4/1 marks using 2/1 marks. Okay, അപ്പോൾ 4/1 marks we are going to implement using 2/1 marks. അപ്പോൾ 4/1 marks എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം അറിയണം. 4/1 marks എന്ന് വെച്ചാൽ it will be having 4, ഈ 4 ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താണ്, നമ്പർ ഓഫ് ഇൻപുട്സ് ആണ്.
So it will be having 4 inputs. Let it be I0, I1, I2 and I3, and one output. Let it be Y. And the number of select lines is, ഞാൻ മുന്നേ പറഞ്ഞിരുന്നു, 2 raised to n inputs ആണെങ്കിൽ n is the number of select lines. So we'll be having 2 raised to n inputs where n is the number of select lines. അപ്പോൾ ഇവിടെ 2 raised to n equal to എന്താണ്, number of inputs എത്രയാണ്, 4 ആണ്. So n will be having a value of 2. So number of select lines is 2. So it is named as S1 and S0. So this is a 4 by 1 mux. We are having 4 inputs and 2 select lines and 1 output. So next is we have to implement this 4 by 1 mux using 2 by 1 mux. Okay. So for that, we must know how many 2 by 1 mux are needed for implementing a 4 by 1 mux. അപ്പോൾ അതിനു വേണ്ടി എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഡെഫിനറ്റ്ലി നമുക്ക് എന്താ 4 ഇൻപുട്സ് ആണ് വേണ്ടത്. സോ എത്ര 2 by 1 മക്സ് വേണ്ടി വരും? ഫസ്റ്റ് സ്റ്റേജിൽ വി വിൽ ബി ഇൻ നീഡ് ഓഫ് 2 by 1 മക്സ്. 2 by 1 മക്സ് ഉപയോഗിച്ചാൽ വി വിൽ ബി ഗെറ്റിംഗ് 4 ഇൻപുട്സ്. പക്ഷേ ഈ ഓരോ 2 by 1 മക്സിൻ്റെയും ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ടാവും. അതായത് 2 ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ടാവും. ആ 2 ഔട്ട്പുട്ടിനെ ഇനി എന്ത് ചെയ്യണം? ഒന്നാക്കി മാറ്റണം. അപ്പോൾ ഒരു 2 by 1 മക്സ് കൂടി നമ്മൾ യൂസ് ചെയ്യണം അല്ലേ? അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് അത്, എത്ര നമ്പർ ഓഫ് 2 by 1 മക്സ് വേണമെന്ന് എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ, നിങ്ങൾ 4 divided by 2 ചെയ്യുക. ഏത് മക്സ് ആണോ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് അത് ഡിവൈഡഡ് ബൈ ഏതിനെ കൊണ്ടാണോ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 4 by 2 എന്ന് പറഞ്ഞാൽ 2 കിട്ടും. അഗെയിൻ 2 by 2 ചെയ്യുക. സോ 1 കിട്ടും. അവിടെ സ്റ്റോപ്പ് ചെയ്യുക. 1നേക്കാളും ചെറുതാവുമ്പോൾ പിന്നെ ഡെസിമൽ ആണ് വരിക. അത് കൺസിഡർ ചെയ്യേണ്ട. 2 by 2 1ൽ സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ ഇതിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് സ്റ്റേജിൽ 2 മക്സ് ആണ് ആവശ്യം, സെക്കൻഡ് സ്റ്റേജിൽ 1 മക്സ് ആണ് ആവശ്യം എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പോൾ ടോട്ടൽ 2 + 1 മക്സുകളാണ് ആവശ്യം. ഫസ്റ്റ് സ്റ്റേജിൽ 2 മക്സുകളാണ്, സെക്കൻഡ് സ്റ്റേജിൽ എത്ര മക്സ് ആണ് ആവശ്യം? 1 മക്സ് ആണ് ആവശ്യം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് അതിന്റെ ഡയഗ്രാം വരുവാന്ന്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ 2 by 1 മക്സ് യൂസ് ചെയ്യുന്നു. 2 എണ്ണം വേണം 2 by 1 മക്സ്. ഓക്കെ. അപ്പോൾ 2 by 1 മക്സ് ആയാൽ ഇവിടെ 2 ഇൻപുട്സ് ഉണ്ടാവും, ഇവിടെയും 2 ഇൻപുട്സ്. അപ്പം 4 ഇൻപുട്സ് ആയി. ഇനി ഇതിന്റെ പേര് ഞാൻ I0 I1 എന്ന് വിളിക്കുന്നു. ആൻഡ് ദിസ് ബി I2 I3. അങ്ങനെയാണല്ലോ നമ്മളെ 4 by 1 മക്സിന്റെ ഇൻപുട്സ്. ഇതിന്റെ ഔട്ട്പുട്ടിൽ ഒരു ഔട്ട്പുട്ട് കിട്ടുന്നു. ലെറ്റ് ഇറ്റ് ബി O1. ആൻഡ് ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് O2 എന്ന് വിളിക്കുന്നു. ഓക്കെ. അപ്പൊ ഇനി ഇതിന് രണ്ടിനെയും നമ്മൾ എന്തിലേക്ക് കൊടുക്കണം? അത് സെക്കൻഡ് സ്റ്റേജിൽ 1 മക്സിലേക്ക് കൊടുക്കണം, ഒരു 2 by 1 മക്സിലേക്ക് കൊടുക്കണം. ആൻഡ് ഇവിടെ നിന്നാണ് നമ്മൾ ഔട്ട്പുട്ട് Y കിട്ടേണ്ടത്. അപ്പൊ ഇനി കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ, സെലക്ട് ലൈൻസ് ഏതാണ് നമ്മൾ ചൂസ് ചെയ്യാന്നുള്ളത് അല്ലെ? 4 by 1 മക്സിന്റെ കേസിൽ 2 സെലക്ട് ലൈൻസ് ആണുള്ളത്. എങ്ങനെയാണ് ഇതിന്റെ സെലക്ട് ലൈൻസ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമുക്ക് അടുത്ത അറിയേണ്ടത്. അപ്പൊ അതിനു വേണ്ടി ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഞാൻ ഇതിന്റെ ട്രൂത്ത് ടേബിൾ എഴുതുന്നു. ഒരു 4 by 1 മക്സിന്റെ ട്രൂത്ത് ടേബിൾ എന്ന് വെച്ചാൽ S1 S0 ആണ് സെലക്ട് ലൈൻസ്, Y ആണ് ഔട്ട്പുട്ട്. സോ 0 0 ആണെങ്കിൽ I0 ആണ് ഔട്ട്പുട്ടിലേക്ക് വരിക. 0 1 ആണെങ്കിൽ I1 ആണ് ഔട്ട്പുട്ടിലേക്ക് വരിക. 1 0 ആണെങ്കിൽ I2 ആണ് ഔട്ട്പുട്ടിലേക്ക് വരിക. 1 1 ആണെങ്കിൽ I3 ആണ് ഔട്ട്പുട്ടിലേക്ക് വരിക. സോ ഇങ്ങനെയാണ്. 0 0 ആണെങ്കിൽ I0 ആണ് ഔട്ട്പുട്ടിലേക്ക് വരിക. 0 1 ആണെങ്കിൽ I1 ആണ് ഔട്ട്പുട്ടിലേക്ക് വരിക. 1 0 ആണെങ്കിൽ I2 ആണ് ഔട്ട്പുട്ടിലേക്ക് വരിക. 1 1 ആണെങ്കിൽ I3 ആണ് ഔട്ട്പുട്ടിലേക്ക് വരിക. അപ്പൊ നമുക്കറിയണം ഈ മക്സിൽ ഇപ്പം 3 മക്സുകൾ നമ്മൾ വരച്ചിട്ടുണ്ട്. ഇതിന്റെ സെലക്ട് ലൈനിലേക്ക് ഏതെല്ലാം നമ്മൾ കൊടുക്കേണ്ടത്, സെലക്ട് ലൈൻ ആയിട്ട് ആരെയാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അതിനു വേണ്ടി എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ, ഈ ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് നമ്മൾ ഈ വൈന്റെ എക്സ്പ്രഷൻ ഒന്ന് എഴുതുന്നു. വൈന്റെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? വൈക്ക് 4 കേസുകളാണുള്ളത്. ഈ 4 കേസിൽ ഏതെങ്കിലും ഒന്ന് നടക്കാം അല്ലെ? അപ്പൊ ഒന്നാമത്തെ കേസ് എന്താണ്? S1 ബാർ S0 ബാർ Y. അതായത് Y എന്ന് പറയുന്ന I0. S1 ബാർ S0 ബാർ I0. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് എന്താണ്? S1 ബാർ S0 I1. കാരണം S1ന് 0 ആണ് വാല്യൂ, S0ക്ക് 1 ആണ്. അപ്പൊ S1 ബാർ S0 I1. മൂന്നാമത്തെ കേസ് എന്താണ്?
S1 1 ആണ്, S0 എന്താണ് 0 ആണ്. അപ്പൊ S0 bar I2. Then നാലാമത്തെ കേസ് എന്താണ് S1 S0 I3. സോ ഈ 4 കേസിൽ ഏതെങ്കിലും ഒന്ന് നടക്കാം. ഏതെങ്കിലും ഒന്ന് നടക്കാന്ന് വെച്ചാൽ നമ്മൾ എന്താണ് OR ഓപ്പറേഷൻ ആണ്. സോ എല്ലാം പ്ലസ് സൈൻ ആണ്. ഇത് ഈ 4 കേസിൽ ഏതെങ്കിലും ഒരു കേസാണ് നടക്കുക. ഓക്കെ ഫൈൻ. അപ്പൊ ഇനി ഇത് എങ്ങനെയാണ് ഇതിൽ ഒന്നാമത്തെ സ്റ്റേജിൽ എന്താണ് രണ്ട് സെലക്ട് ലൈൻ ഉണ്ട്, എവിടെയെല്ലാം ഇത് കൊടുക്കേണ്ടത് എന്നുള്ള വരുവാന്ന് വെച്ചാൽ ഈ എക്സ്പ്രഷനെ ഒന്ന് മാറ്റി നമുക്ക് എഴുതാം. y ഈക്വൽ ടു, അപ്പൊ നമ്മളെ എക്സ്പ്രഷൻ എന്തായിരുന്നു S1 ബാർ S0 ബാർ I0 പ്ലസ് S1 bar S0 I1 plus S1 S0 bar I2 plus S1 S0 I3. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഒന്നാമത്തേന്ന് S1 ബാർ ഞാൻ പുറത്തേക്ക് എടുക്കുന്നു. സോ വാട്ട് വിൽ ബി ഇൻസൈഡ് S0 ബാർ I0 പ്ലസ് S0 I1 പ്ലസ് രണ്ടാമത്തേന്ന് S1 ഞാൻ പുറത്തേക്ക് എടുക്കുന്നു. അപ്പൊ S0 ബാർ I2 പ്ലസ് S0 I3 എന്ന് കിട്ടും. ഓക്കെ ഫൈൻ. അപ്പൊ എന്താണ് ഇതിന്റെ മീനിങ് എന്ന് വെച്ചാൽ ഒന്നാമത്തെ മക്സിന്റെ ഇതിന്റെ ഉള്ളിൽ കാണിച്ചിട്ടുള്ള ഈ ടേം എന്ന് പറയുന്നത് എന്താണ് ഒന്നാമത്തെ മക്സിലെ ആ ഒന്നാമത്തെ സ്റ്റേജിലുള്ള മക്സിലുള്ള ലെറ്റ് ഇറ്റ് ബി ഈ നമ്പർ നമ്മൾ ഈ മക്സുകളുടെ നമ്പർ ചെയ്യുകയാണെങ്കിൽ ഇത് ഒന്നാമത്തെ മക്സ്, ഇത് രണ്ടാമത്തെ മക്സ്, ഇത് മൂന്നാമത്തെ മക്സ് എന്ന് വെച്ചോ. അപ്പൊ ഒന്നാമത്തെ മക്സിന്റെ ഇൻപുട്സ് എന്താണ് I0 I1 ആണ്. അപ്പൊ അവിടുത്തെ സെലക്ട് ലൈൻ എന്താന്ന് നോക്കുക. ഇക്വേഷൻ പ്രകാരം അവിടുത്തെ സെലക്ട് ലൈൻ എന്താണ് വേണ്ടത് S0 ആണ് വേണ്ടത്. S0 0 ആവുന്ന കേസും S0 1 ആവുന്ന കേസും. ഇനി രണ്ടാമത്തെ മക്സിന്റെ ഇൻപുട്സ് ഏതെല്ലാണ് I2ഉം I3ഉം. അവിടെയും സെലക്ട് ലൈൻ എന്ത് തന്നെയാണ് S0 ആണ്. ഇതൊരു മക്സിന്റെ ഇക്വേഷൻ ആണ്. അപ്പോൾ ആ മക്സിന്റെ ഇക്വേഷൻ ആ ആദ്യത്തെ സ്റ്റേജിലെ മക്സിന് രണ്ടിനും സെലക്ട് ലൈൻ ഏതാണ് S0 ആണ്. അപ്പൊ അത് നമുക്ക് മാർക്ക് ചെയ്യാം. സെലക്ട് ലൈൻ എന്ന് പറയുന്നത് എന്താണ് S0. S0 0 ആവുന്ന കേസിൽ I0 വരും, S0 1 ആവുന്ന കേസിൽ I1 വരും. ഇവിടെ S0 0 ആവുന്ന കേസിൽ I2 വരും, S0 1 ആവുന്ന കേസിൽ I3 വരും. ഇനി ഈ ഔട്ട്പുട്ട്, അപ്പൊ ഇവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ പോയിന്റിലുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ് S0 ബാർ I0 പ്ലസ് S0 I1. ഇവിടെയുള്ള ഇക്വേഷൻ എന്താണ് S0 ബാർ I2 പ്ലസ് S0 I3. ഇതാണ് ഇതിന്റെ ഇൻപുട്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഇത് 0th പിന്നെ ഇത് 1 പിന്നാണ്. അപ്പൊ S0 വരുന്ന 0th പിന്നിൽ വരുന്ന ഇൻപുട്ട് ഇതാണ്, ഫസ്റ്റ് പിന്നിൽ വരുന്ന ഇൻപുട്ട് ഇതാണ്. അപ്പൊ അതിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആരെയാണ് യൂസ് ചെയ്യുന്നത് S1നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ എക്സ്പ്രഷൻ കാണാം. ഇത് എന്ന് പറയുന്നത് ഒന്നാമത്തെ മക്സിന്റെ ഔട്ട്പുട്ട് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഈ കാണിച്ചിട്ടുള്ളത് ഫസ്റ്റ് മക്സിന്റെ ഔട്ട്പുട്ട് ആണ്. ഈ കാണിച്ചിട്ടുള്ളത് എന്താണ് സെക്കൻഡ് മക്സിന്റെ ഔട്ട്പുട്ട് ആണ്. അപ്പൊ ആ ഫസ്റ്റോ സെക്കൻഡോ മക്സിന്റെ ഔട്ട്പുട്ട് ആണ് ഔട്ട്പുട്ടിലേക്ക് വരേണ്ടത്. അപ്പൊ അതിനെ സെലക്ട് ചെയ്യാൻ ഇതിപ്പോ ഒരു മക്സിന്റെ ഇക്വേഷൻ പോലെ തന്നെയാണുള്ളത്. S1 ബാർ ഈ ഇൻപുട്ട്, S1 ആണെങ്കിൽ ഈ ഇൻപുട്ട് ആണ് ഔട്ട്പുട്ടിലേക്ക് പോകേണ്ടത്. കറക്റ്റ് അല്ലേ? അപ്പോൾ രണ്ടാമത്തെ സ്റ്റേജിലുള്ള സെലക്ട് ലൈൻ എന്ന് പറയുന്നത് എന്താണ് S ആണ്. ഇതിന്റെ ഉള്ളിലുള്ള എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒന്നാമത്തെ സ്റ്റേജിലാണ് ഇംപ്ലിമെന്റ് ചെയ്യുക. രണ്ടാമത്തെ സ്റ്റേജിൽ എന്ന് പറയുന്നത് ഈ S1 ആയിരിക്കും സെലക്ട് ലൈൻ ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ ഇംപ്ലിമെന്റ് ചെയ്താൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. അതായത് ഒന്നാമത്തെ സ്റ്റേജ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ സ്റ്റേജിൽ രണ്ട് 2/1 മക്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്നാമത്തെ 2/1 മക്സ് ആണ് ഈ വരച്ചിട്ടുള്ളത്. ഒന്നാമത്തെ 2/1 മക്സ്. അപ്പൊ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഫംഗ്ഷൻ എന്താണ് നമുക്ക് വേണ്ടത് S0 ബാർ I0 അതിവിടെ കിട്ടിയിട്ടുണ്ട്, പ്ലസ് S0 I1 ആണ് അതിവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് രണ്ടും കൂടി പ്ലസ് 8 ആണ് നമുക്ക് ഇവിടെ കിട്ടുക. ഇനി രണ്ടാമത്തെ മക്സ് എന്ന് പറയുന്നത് ഈ പോർഷൻ ആണ്. അതിന്റെ ഔട്ട്പുട്ടിൽ എന്താ കിട്ടുക S0 ബാർ I2 ആണ്. പാസ് ട്രാൻസിസ്റ്ററിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ് ഗേറ്റ് സിഗ്നൽ ഇൻറ്റു ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള സിഗ്നൽ. അപ്പൊ S0 ബാർ I2 ആണ്. ഇനി ഇവിടുത്തെ എന്ന് പറയുന്നത് എന്താണ് S0 I3 ആണ്. രണ്ടും കൂടി പ്ലസ് ആണ്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ അടുത്ത സെക്കൻഡ് സ്റ്റേജിലുള്ള ആ 2/1 മക്സിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ സെലക്ട് ലൈൻ നമ്മൾ എന്താ ചൂസ് ചെയ്യേണ്ടത്
S1 ആണ് ചൂസ് ചെയ്യേണ്ടത്. മേലെ S1 ബാർ ആയിരിക്കും, താഴെ S1 ആയിരിക്കും. അപ്പോൾ ഔട്ട്പുട്ടിൽ എന്താ കിട്ടുക? ഈ സിഗ്നൽ S1 ബാർ ഇൻറ്റു ഈ വരുന്ന ഇൻപുട്ട് സിഗ്നൽ S0 ബാർ I0 പ്ലസ് S0 I1 പ്ലസ് താഴത്തത് എന്താണ് നമുക്ക് വരിക? ഇതിൻ്റെ ഇൻപുട്ടിൽ വരുന്നത് S0 ബാർ I2 പ്ലസ് S0 I3 ആണ് ഇൻറ്റു S1. ഓക്കെ, സോ ഇങ്ങനെയാണ് ഒരു 4x1 മക്സസ് ഇംപ്ലിമെൻറ്റഡ് യൂസിങ് 2x1 മക്സ്. അപ്പം 3 2x1 മക്സ് ആണ് ആവശ്യം. 2x1 മക്സിന്റെ രീതിയിൽ നമ്മൾ ആ ഇക്വേഷനെ മാറ്റി എഴുതുക, എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആ ഫംഗ്ഷൻ ഇംപ്ലിമെന്റ് ചെയ്യാം. In this video, we are going to discuss some of the problems related to pass transistor logic. So suppose we are considering an NMOS transistor which is working as a pass transistor. Okay, അതിൻ്റെ ഗേറ്റിൽ എന്ന് പറയുന്നത് VDD കൊടുക്കുമ്പോഴാണ് അത് ഓൺ ആവുക, അപ്പോഴാണ് അത് പാസ് ചെയ്യുന്ന ലോജിക്ക്. സോ സപ്പോസ് VDD ഈക്വൽ ടു 5 വോൾട്ട് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ആൻഡ് VT0N എന്ന് പറയുന്നത് it is given as 0.7 volt. Threshold voltage of NMOS എന്ന് പറയുന്ന 0.7 volt ആണ്. We have to find out the output voltages for 4 cases. We have to find out the output voltages for 4 cases. First case എന്താന്ന് വെച്ചാൽ when input voltage is 2 volt. എന്തായിരിക്കും ഔട്ട്പുട്ട് വോൾട്ടേജ് വെൻ ഇൻപുട്ട് വോൾട്ടേജ് 2 വോൾട്ട്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം എന്ന് വെച്ചാൽ നമ്മൾ ഈ എൻമോസിന് പാസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം വോൾട്ടേജ് എത്രയാണ്, അതിനൊരു ലിമിറ്റ് ഉണ്ട്. ഇറ്റ് ഇസ് VDD മൈനസ് VT0N ആണ്. കംപ്ലീറ്റ് VDDനെ അതിന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ക്യാൻ ട്രാൻസ്ഫോം ഓൺലി അപ് ടു VDD മൈനസ് VT0N. സോ വാട്ട് ഇസ് ഇറ്റ്സ് വാല്യൂ? 5 മൈനസ് 0.7, ദാറ്റ് ഇസ് 4.3 വോൾട്ട് ആണ്. ഇവിടെ 5 വോൾട്ട്, അതായത് ലെഫ്റ്റ് സൈഡിൽ 5 വോൾട്ട് ഇത് കൊടുത്താലും എത്ര മാത്രമേ റൈറ്റ് സൈഡിലേക്ക് എത്തുള്ളൂ? 4.3 വോൾട്ട് വരെ മാത്രമേ അതിന് എത്താൻ പറ്റുള്ളൂ, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഫസ്റ്റ് കേസിൽ എന്താണ്? ഇവൻ ഇൻപുട്ട് ഇസ് 2 വോൾട്ട്. സോ ഇൻപുട്ട് ഇസ് 2 വോൾട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഒബ്വിയസ്ലി 4.3 വോൾട്ടിനേക്കാളും കുറവാണ്. അപ്പോൾ ആ 2 വോൾട്ടിന് അങ്ങനെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഔട്ട്പുട്ടിലേക്ക് എത്താൻ പറ്റും. സോ വെൻ ഇൻപുട്ട് ഇസ് 2 വോൾട്ട്, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് 2 volt itself. ഇനി സെക്കൻഡ് കേസ് എന്താണ്? വാട്ട് ഹാപ്പൻസ് വെൻ ഇൻപുട്ട് ഇസ് 4.5 വോൾട്ട്? വാട്ട് ഇസ് ദി ഔട്ട്പുട്ട് വെൻ ഇൻപുട്ട് ഇസ് 4.5 വോൾട്ട്? സോ ഇൻപുട്ട് 4.5 വോൾട്ട് ആണെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം വോൾട്ടേജ് എത്രയാണ്? 4.3 വോൾട്ട് ആണ്. 4.3 വോൾട്ടിന് കൂടുതൽ അതിന് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഔട്ട്പുട്ട് എന്ന് പറയും വെദർ ഇൻപുട്ട് ഇസ് 4.5 വോൾട്ട്, it doesn't matter, ഔട്ട്പുട്ടിൽ എത്രയേ കിട്ടുള്ളൂ? 4.3 വോൾട്ട് മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് കേസ് എന്താണ്? വെൻ ഇൻപുട്ട് ഇസ് 3.5 വോൾട്ട്. 3.5 വോൾട്ട് കുഴപ്പമില്ല. ദെൻ ആ സമയത്ത് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് വിൽ ബി 3.5 itself. And the fourth cases, last cases, what happens when input is 0.7 volt? So when input is 0.7 volt, what happens is that ആ 0.7 volt അങ്ങനെ തന്നെ അത് ട്രാൻസ്ഫർ ചെയ്യും. അപ്പർ ലിമിറ്റിൽ മാത്രമേ ഒരു റെസ്ട്രിക്ഷൻ ഉള്ളൂ. സോ 0.7 വോൾട്ട് തന്നെ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. സോ ദിസ് ഇസ് ദി സൊല്യൂഷൻ ടു ദി ഫസ്റ്റ് പ്രോബ്ലം. ഓക്കെ, ഇനി സെക്കൻഡ് പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ 2 transistors are connected in this manner. Okay, the gate signal provided for 2 of these transistors are VDD. ഇവിടെയുള്ള പോയിന്റ് എന്ന് പറയുന്നത് A ആണെന്ന് വിചാരിക്കും. ഓക്കെ, സോ ദാറ്റ് വോൾട്ടേജ് ഇസ് VA. ഇവിടെയുള്ള വോൾട്ടേജ് ആണ് ഔട്ട്പുട്ട് വോൾട്ടേജ്, ആൻഡ് ഹിയർ വി ആർ ഗിവിംഗ് ദി ഇൻപുട്ട് വോൾട്ടേജ്. ഓക്കെ, ആൻഡ് VDD is given as 3.3 volt and VT0N is given as 0.55 volt. 0.55 volt. So VDD is given as 3.3 volt and VT0N is given as 0.55 volt. So what should happen? അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഔട്ട്പുട്ടിലേക്ക് എത്താൻ പറ്റുന്ന മാക്സിമം വോൾട്ടേജ് എത്രയാണ്? വി ഔട്ട് മാക്സ് എന്ന് വിളിച്ചെന്ന് വെച്ചാൽ മാക്സിമം വോൾട്ടേജ് എന്താണ്? VDD മൈനസ് VT0N ആണ്. സോ ഇറ്റ് ഇസ്
3.3 minus 0.55 volt ആണ്. What is 3.3 minus 0.55 volt? This 2.75 volt ആണ്. മാക്സിമം ഈ ഓരോ ട്രാൻസിസ്റ്ററിനെ, അതായത് ഈ വി എയിൽ എത്താൻ പറ്റുന്ന മാക്സിമം വോൾട്ടേജ് എത്രയാണ്? 2.75 വോൾട്ട് ആണ്. അതേപോലെ തന്നെ ഇവിടെയും എത്താൻ പറ്റുന്ന മാക്സിമം വോൾട്ടേജ് എത്രയാണ്? 2.75 വോൾട്ട് ആണ്. ഓക്കെ ഓക്കെ So we have to find out the cases when first കേസിൽ എന്താന്ന് വെച്ചാൽ Vin equal to 2.9 വോൾട്ട് കൊടുക്കുന്നു. അപ്പോൾ Vin 2.9 വോൾട്ട് കൊടുത്താണെങ്കിൽ ഇവിടെ എത്രയാണ് നമുക്ക് കിട്ടുക? VA എന്ന് പറയുന്നത് എന്തായിരിക്കും? 2.9 കിട്ടില്ല. We will get only 2.75 വോൾട്ട്. ഓക്കെ, ഇനി ഇവിടെ അപ്പോൾ 2.75 വോൾട്ട് ആണ്. അതാണ് സെക്കൻഡ് ട്രാൻസിസ്റ്ററിന്റെ ഇൻപുട്ട് ആയിട്ടുള്ളത്. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും? Vout equal to 2.75 വോൾട്ട്. Is that okay? Okay. ഇനി അടുത്ത കേസ് എന്താന്ന് വെച്ചാൽ സെക്കൻഡ് കേസ് ആണ്. അപ്പോൾ സെക്കൻഡ് കേസിൽ എന്താന്ന് വെച്ചാൽ സെക്കൻഡ് കേസിൽ when input equal to 3 വോൾട്ട്. അപ്പോൾ ഇൻപുട്ട് Vin equal to 3 വോൾട്ട് ആണെങ്കിൽ VAയിൽ എത്രയേ പറ്റുള്ളൂ? 2.75 വോൾട്ടേ പറ്റുള്ളൂ. അപ്പോൾ വി ഔട്ട് എന്തായിരിക്കും? ഇവിടെയാണ് വി ഔട്ട്. വി ഔട്ടിൽ എന്തായിരിക്കും? ഇറ്റ് വിൽ ഓൾസോ ബി 2.75 വോൾട്ട്. ഓക്കെ, ഇനി മൂന്നാമത്തെ കേസ് എന്താണ്? മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത്, മൂന്നാമത്തെ കേസിൽ ഇൻപുട്ട് എന്ന് പറയുന്നത് what happens when input equal to 1.4 വോൾട്ട്. അപ്പോൾ ഇൻപുട്ട് ഈക്വൽ ടു 1.4 വോൾട്ട് ആണെങ്കിൽ വി എയിൽ ആ കംപ്ലീറ്റ് 1.4 വോൾട്ടും ട്രാൻസ്ഫർ ആവും. വി ഔട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് വിൽ ഓൾസോ ബി 1.4 വോൾട്ട്. മാക്സിമത്തിനേ ലിമിറ്റ് ഉള്ളൂ. ഇനി അടുത്തത് എന്താണ്? വാട്ട് ഹാപ്പൻസ് വെൻ ഇൻപുട്ട് ഇസ് 3.1 വോൾട്ട്. ഇൻപുട്ട് എന്ന് പറയുന്നത് 3.1 വോൾട്ട് ആണെങ്കിൽ, ഇൻപുട്ട് എന്ന് പറയുന്നത് 3.1 വോൾട്ട് ആണെങ്കിൽ വി എ എന്ന് പറയുന്നത് എത്രയാ മാക്സിമം പറ്റുള്ളൂ? 2.75 വോൾട്ടേ പറ്റുള്ളൂ. അപ്പോൾ വി ഔട്ടിനുള്ള മാക്സിമം വോൾട്ടേജ് അലൗ ചെയ്യുന്നത് എത്രയാണ്? 2.75 വോൾട്ട്. ഓക്കെ, സോ ദിസ് ഇസ് ദി ഔട്ട്പുട്ട് അറ്റ് വി ഔട്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. അതായത് ഒന്നാമത്തെ ട്രാൻസിസ്റ്ററിന്റെ ഔട്ട്പുട്ട് എടുത്തിട്ടാണ് അടുത്ത ട്രാൻസിസ്റ്ററിന്റെ ഗേറ്റിലേക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കിട്ടുന്ന മാക്സിമം, അതായത് ഈ വി എക്ക് എന്താണോ വാല്യൂ അതിനനുസരിച്ചാണ് ഇതിന്റെ ഗേറ്റിന്റെ വോൾട്ടേജ് ഉണ്ടാവുക. അതിനനുസരിച്ചാണ് ഇവിടുത്തെ വി ഔട്ടിന്റെ വാല്യൂ, മാക്സിമം വാല്യൂ ഡിറ്റർമിൻ ചെയ്യാം. കറക്റ്റ് അല്ലേ? വി എന്റെ വാല്യൂ എന്താണോ അതിനനുസരിച്ചാണ് വി എക്സ് വരിക. ആ വി എക്സിനനുസരിച്ചാണ് ഇവിടെയുള്ള വി ഔട്ടിന്റെ മാക്സിമം വാല്യൂ ഡിറ്റർമിൻ ചെയ്യാം. അപ്പോൾ വി എക്സിന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാം? വി എക്സിന്റെ മാക്സിമം വാല്യൂ എത്രയാണ് ഉണ്ടാവുക? വി ഡി ഡി മൈനസ് വി ടി 0 എന്നായിരിക്കും വി എക്സിന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്. വി ഡി ഡി എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 3.3 വോൾട്ട് ആണ്. വി ടി 0 എന്ന് പറയുന്നത് 0.6 വോൾട്ട് ആണ്. അപ്പോൾ വി എക്സ് മാക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വി എക്സ് മാക്സ് എന്ന് പറയുന്നത് 2.7 വോൾട്ട് ആണ്. അത് വി എക്സിലുള്ള മാക്സിമം വാല്യൂ ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് വി ഔട്ടിലെ മാക്സിമം വാല്യൂ ഇപ്പൊ പറയാൻ പറ്റില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വി എ. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ആദ്യത്തെ കേസിൽ വി എ തന്നിട്ടുള്ളത് 3.3 വോൾട്ട് ആണ്. ഓക്കെ, ആൻഡ് വി ബി എന്ന് പറയുന്നത് 3.3 വോൾട്ട് ആണ്. പക്ഷെ വി എ 3.3 വോൾട്ട് ആണെങ്കിലും വി എക്സിൽ എത്രയും മാക്സിമം അതിന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ? 2.7 വോൾട്ടേ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. വി എക്സ് എന്ന് പറയുന്ന 2.7 വോൾട്ട് ആണെങ്കിൽ വി ഔട്ട് മാക്സിമം അപ്പോഴും എത്രയായിരിക്കും? വി ഔട്ട് മാക്സിമം എന്ന് പറയുന്നത് 2.7. വി ഡി ഡി ഗേറ്റ് സിഗ്നൽ 2.7 ആവുന്ന സമയത്ത് വി ഔട്ട് മാക്സിമം എത്രയേ പറ്റുള്ളൂ? ആ 2.7 മൈനസ് 0.6 ആണ്. അതായത് 2.1 വോൾട്ട് വരെ അതിന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ബി ബിന്റെ വാല്യൂ 3.3 വോൾട്ട് ആണ്. പക്ഷെ
3.3 വോൾട്ടിന് മുഴുവനായി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല, 2.1 വോൾട്ട് മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. സോ വി ഔട്ട് എന്ന് പറയുന്നത് എത്രയാണ്? 2.1 വോൾട്ട് ആണ്. അപ്പൊ വി എക്സിന്റെ കണ്ടീഷനനുസരിച്ചാണ് ഈ ഔട്ട്പുട്ടിൽ വരുന്ന മാക്സിമം വോൾട്ടേജ് ഡിറ്റർമിൻ ചെയ്യാം. ഈ കേസിൽ വി എക്സ് എന്ന് പറയുന്നത് 2.7 പറ്റുള്ളൂ. അപ്പൊ 2.7 മൈനസ് 0.6 എന്ന് പറയുന്ന വാല്യൂ ആണ് മാക്സിമം ഇവിടുത്തെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വി എ എന്ന് പറയുന്നത് തന്നിട്ടുള്ള 2 വോൾട്ട് ആണ്, വി ബി എന്ന് തന്നിട്ടുള്ളത് 2.5 വോൾട്ട് ആണ്. ഓക്കെ, അപ്പൊ വി എ 2 വോൾട്ട് ആണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ആ 2 വോൾട്ട് അതേപോലെ തന്നെ മാക്സിമം ലിമിറ്റിന്റെ അടുത്തൊന്നും എത്തിയിട്ടില്ല, അപ്പൊ ആ 2 വോൾട്ട് അതേപോലെ തന്നെ ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ വി എക്സ് 2 വോൾട്ട് ആണ്. ആ സമയത്ത് വി ഔട്ട് മാക്സ് എന്തായിരിക്കും? ആ ഗേറ്റിൽ, അതിന്റെ ഗേറ്റിലെ വോൾട്ടേജിൽ ഇപ്പൊ ഗേറ്റിൽ കിട്ടുന്ന ഇപ്പൊ 2 വോൾട്ട് ആണ്. അപ്പൊ 2 വോൾട്ട് മൈനസ് എന്താ വരിക? 2 വോൾട്ട് മൈനസ് 0.6 ആണ്, അതായത് 1.4 വോൾട്ട്. അപ്പൊ വി ബിന്റെ വാല്യൂ, വി ബി കൊടുക്കുന്നത് 2.5 വോൾട്ട് ആണെങ്കിലും എത്രയേ അതിന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ? 1.4 വോൾട്ട് മാത്രമേ അതിന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായല്ലോ? അപ്പൊ അപ്പോഴുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? 1.4 വോൾട്ട് ആണ്. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വി എ എന്ന് പറയുന്നത് എത്രയാണ് കൊടുക്കുന്നത്? വി എ എന്ന് പറയുന്നത് 3.3 വോൾട്ട്, വി ബി എന്ന് പറയുന്ന 1.8 വോൾട്ട് ആണ്. അപ്പൊ വി എ 3.3 വോൾട്ട് കൊടുത്താലും വി എക്സിൽ എത്രയേ മാക്സിമം പറ്റുള്ളൂ? 2.7 വോൾട്ട്. അപ്പോൾ വി ഔട്ടിൽ പറ്റുന്ന മാക്സിമം വാല്യൂ എത്രയാണ്? 2.7 മൈനസ് 0.6, 2.1 വോൾട്ട് വരെ അതിന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പക്ഷെ വി ബിയിൽ എത്രയേ ഇപ്പൊ കൊടുത്തിട്ടുള്ളൂ? 1.8 കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ആ 1.8 അതേപോലെ തന്നെ ഔട്ട്പുട്ടിലേക്ക് കിട്ടും. സോ വി ഔട്ട് എന്ന് പറയുന്നത് എന്താണ്? 1.8 ആണ്. ഈ 2.1 എന്ന് പറയുന്ന മാക്സിമം അത്ര വാല്യൂ വരെ അതിന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പോഴെന്താണ്? ബി ബിയിൽ കൊടുത്ത 1.8 ആണ്. അപ്പൊ ആ 1.8 അതേപോലെ തന്നെ എന്ത് ചെയ്യും? ഔട്ട്പുട്ടിലേക്ക് കിട്ടും. അപ്പൊ ഈ കേസിൽ വി എക്സിൽ ഇപ്പം വാല്യൂ കിട്ടിയിട്ടുള്ള 0.5 ആണ്. നമുക്കറിയാം ഇതിന്റെ ഗേറ്റിലേക്ക്, ഇതിന്റെ ത്രഷോൾഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ M2ന്റെ ട്രാൻസിസ്റ്ററിന്റെ ത്രഷോൾഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? 0.6 വോൾട്ട് ആണ്. അപ്പൊ 0.6 വോൾട്ട് എങ്കിലും ഉണ്ടെങ്കിലാണ് ഈ M2 ഓൺ ആവുക. ഇപ്പം ഗേറ്റിലേക്ക് കിട്ടുന്ന വോൾട്ടേജ് എത്രയാ? 0.5 ആണ്. അത് 0.6 എങ്കിലും ആയാലും മാത്രമേ ഇത് ഓൺ ആവുള്ളൂ. സോ ഡെഫിനറ്റ്ലി M2 എന്തായിരിക്കും? ഓഫ് ആയിരിക്കും. സോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻഡിറ്റർമിനേറ്റ് സ്റ്റേറ്റിലാണ്, ഒരു അൺഡിഫൈൻഡ് സ്റ്റേറ്റിലാണ് ഉള്ളത്.